എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഏകദേശം ഒരു 3 മാസം മുന്നേ, അതായത് 20/9/2025, 3 മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിരുന്നു അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ വരികയാണെങ്കിൽ പറഞ്ഞുതരാം എന്ന് വിചാരിച്ചിട്ട്. അതെന്താണ് സംഭവം എന്ന് കാണിച്ചു തരാം. അതായത് ഇത് അന്ന് വന്നിട്ടുള്ള ഒരു നമ്പറാണ്. അത് ഞാൻ നോട്ട് ചെയ്യാൻ കാരണം ഈ ഒരു നമ്പർ കണ്ടില്ലേ, 0578, പിന്നീട് അത് 8750, ഇങ്ങനെ 8750 കഴിഞ്ഞപ്പോൾ അതിന്റെ പിറ്റേസ് 8759. അപ്പൊ ഒരു നമ്പർ വരുന്നൊരു ചെറിയൊരു രീതി, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഏത് നമ്പർ വേണമെങ്കിലും കണ്ടെത്താം. അതിന്റെ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത് മാത്രം. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർ കാണണമെന്നില്ല. ഇവിടെ ചില നമ്പറുകൾ ശ്രദ്ധിക്കുക. അത് എങ്ങനത്തെ നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ നമ്പറിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന ഒരു നമ്പർ. ഇപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ 0, പിന്നെ ചെറുത് 5, പിന്നെ 7, അതിനേക്കാളും വലുത്. അതായത് ഇത് ചെറുത്, അതിനേക്കാളും വലുത്, അതിനേക്കാളും വലുത്, അതിനേക്കാളും വലുത്. അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന ഒരു നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ നമ്പർ വീണ്ടും വലുതിൽ നിന്ന് ചെറുതിലേക്ക് അടിക്കുന്ന ഒരു ദിവസം വരും. അതായത് 0578 എന്ന് പറഞ്ഞ നമ്പർ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോയിട്ടുള്ളത്. ഇതേ നമ്പർ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്നൊരു ദിവസം വരും. കണ്ടില്ലേ? അപ്പൊ 8750, അതേ നമ്പർ തന്നെ 8750 വലുതിൽ നിന്ന് ചെറുതിലേക്ക്. കണ്ടല്ലേ? 8, പിന്നെ അതിനേക്കാളും ചെറുത്, പിന്നെ അതിനേക്കാളും ചെറുത്, പിന്നെ അതിനേക്കാളും ചെറുത്, അങ്ങനെ വരുന്ന ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്തായാലും 8759 വീണ്ടും വരുന്നുണ്ട്. അതായത് ഈ ഒരു നമ്പർ ഒരെണ്ണം കൂടുതലായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതെന്നെ നോട്ട് ചെയ്ത് വെക്കണം എന്നില്ല, ഞാനൊരു വരുന്ന വഴി പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് ഇതുപോലെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്ന ഒരു നമ്പർ നോട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടുത്തെ ഒരു നമ്പർ കൂട്ടിയിട്ട് എന്തായാലും 87, ഇവിടെ 8ആണെങ്കിൽ 9ആണ് വരുന്നത്. അപ്പൊ 8759 ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നോട്ട് ചെയ്തിട്ട് ഏകദേശം 9-ാം മാസത്തിൽ നോട്ട് ചെയ്താണ്. ഇപ്പൊ ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാനത് വീണ്ടും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. അപ്പൊ അത് നമുക്ക് കാണിച്ചു തരാം. ഏത് നമ്പർ ഇതുപോലെയുള്ള നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ അതുപോലെ ഒരു നമ്പർ നോട്ട് ചെയ്താണ്. ഇത് കണ്ടില്ലേ, 0468. വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം നോട്ട് ചെയ്താണത്. 0468 എന്നുള്ള ഒരു നമ്പർ ഇവിടെ അടിച്ചിട്ടുണ്ട്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയിട്ടുണ്ട്. ഇതേ നമ്പർ 8640 ആവുമ്പോ, ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും 0469 അങ്ങനത്തെ ഒരു നമ്പർ അല്ലേ? ഇതേ നമ്പർ 9640 അടിച്ചാൽ എന്ത് ചെയ്യുന്നുള്ളത് അതെനിക്കറിയില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ 9640 അടിച്ചു കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ പിന്നെ ഏത് വരുന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. 9-ന് താഴെയുള്ള നമ്പർ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ 9640 വന്നു കഴിഞ്ഞാൽ ഇതേ നമ്പർ 9640 എത്ര ആവും? കാരണം ഇവിടെ 9 കഴിഞ്ഞാൽ 10ആണല്ലോ ആവുന്നത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. 9-ന് താഴെയുള്ള നമ്പറുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി. ഇത് നമ്മളൊന്നുകൂടി നോക്കണം എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഓക്കെ, ഇപ്പൊ 0468 അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്പർ 8640 ആയിട്ട് അടിക്കുന്ന ഒരു ദിവസം വരും. അതല്ലേ, 8640 ആയിട്ട് അടിക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഉള്ള നമ്പറിന്റെ ഒരെണ്ണം കൂടിയിട്ട് തന്നെയാണ് വീണ്ടും വരുന്നത്. 8649 അടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇവിടെ 8649 അടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 8649. അത് നമ്മൾ 8694 അടിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര ദിവസം ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് നോക്കിയാൽ, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടിക്കുന്നത് നോക്കാം. ഇവിടെ 0468 എന്നുള്ള നമ്പർ വന്നിട്ടുള്ളത് 8-ാം തീയതിയാണ്. 8-ാം തീയതി കഴിഞ്ഞിട്ട് അല്ലെ, 8-ാം തീയതി, 12-ാം മാസം 8-ാം തീയതി. അത് കഴിഞ്ഞിട്ട് 21-ാം തീയതിയിലാണ് 8640 അടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 8649 വരണമല്ലോ, അത് 27-ാം തീയതിയിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഒരു നമ്പർ കണ്ടെത്തുമ്പോൾ അതിനനുസരിച്ച് വരുന്നുണ്ടോ, എത്ര ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയെന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരു നമ്പർ, ഇപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരാഴ്ചത്തെ റിസൾട്ട് ബാക്കോട്ട് പോവുക. ഇപ്പൊ ഇന്ന് 28, ഇത് 28-ാം തീയതിയിലത്തെ റിസൾട്ട് ആണല്ലോ. നമ്മൾ ഇന്നത്തെ ഇതിലൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ഇന്നത്തെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മുടെ കാശ് പോകും. എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സമൃദ്ധിയാണല്ലോ, കഴിഞ്ഞ സമൃദ്ധിയിലേക്ക് പോവുക. കഴിഞ്ഞ സമൃദ്ധിയിലേക്ക് പോയി അതുപോലെ ഒരു ചെറുതിൽ നിന്ന് വലുതിലേക്ക് വന്നുള്ള നമ്പറോ, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിൽ നിന്ന് വരണം എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വലുതിൽ നിന്ന് വേണമെങ്കിൽ നോക്കാം. ഇപ്പോ 8640 നോക്കിയതുപോലെ ഇത് 8649 വരണമല്ലോ, വന്നിട്ടുണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും വരാത്ത നമ്പർ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നോക്കാം. ഇതല്ലേ, 8420 ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. 8420 ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ 8429, ഈ ഒരു നമ്പർ കൂടുതലായിട്ട് ഇവിടെ 8429 കാണണം. വന്നിട്ടുണ്ടോ നോക്കട്ടെ. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാം, പിടിക്കാം. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ, ഇത് 21-ാം തീയതിയിലത്തെ റിസൾട്ട് ആണ്.
അതായത് 28-ാം തീയതി ആയിട്ടും 84-29 വന്നിട്ടില്ല, 84-92 അല്ലെങ്കിൽ 84-29 വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ നമ്പർ കണ്ടാൽ എടുക്കാം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊന്ന് നോക്കി നോക്കട്ടെ 84-29 വന്നിട്ടുണ്ടോ. അപ്പൊ ഞാൻ നോക്കിയ 84-29 വന്നിട്ടുണ്ടോ നോക്കിയപ്പോ ഇതല്ലേ 21-ാം തീയതിയിലാണ് നമ്മളിത് നോട്ട് ചെയ്തിട്ടുള്ളത്. 24-ാം തീയതിയിൽ ഇവിടെ കിടക്കുന്നുണ്ട് 84-29. ഇതാണല്ലേ 84-29. അപ്പോൾ ആ ഒരു നമ്പർ അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെയും അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാന്ന് മാത്രം. നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു നമ്പറും കൂടി ഞാൻ നോക്കട്ടെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്പറുകൾ കിട്ടും. ഇതല്ലേ 85. ഇത് പറ്റില്ല, കാരണം ഇതിനേക്കാളും വലുതാണ് ഇവിടെ. അതില്ല, വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന ഇതാണല്ലേ 95-71. പക്ഷെ ഇങ്ങനെ 9 വന്നിട്ടുള്ള നമ്പർ മാത്രം നമുക്ക് വീണ്ടും ഈ ഒരു നമ്പർ കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ല. 95-43 ഇതൊക്കെ അങ്ങനത്തെ ഒരു നമ്പർ തന്നെയാണ്. പക്ഷെ ഇവിടെ 9 വന്നതുകൊണ്ട് നമുക്കൊരു പ്രതല ഉണ്ട്. അതൊക്കെ അങ്ങനത്തെ നമ്പർ തന്നെയാണ്. അതേസമയം ഇത് നോക്കാം 85-43 വലുത്, പിന്നെ അതിനേക്കാളും ചെറുത്, പിന്നെ അതിനേക്കാളും ചെറുത്. അപ്പൊ എന്തായാലും 85-49 കാണണം. അതും നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ ഇതുപോലുള്ള നമ്പറുകൾ നിങ്ങൾ കണ്ടെത്തുക. വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇഷ്ടംപോലെ നമ്പറുകൾ അങ്ങനെ നോക്കാം. 88-40. ഇനിയിപ്പോൾ ഇതിൽ ഡബിൾ വന്നുകൊണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏതിൽ 100 തന്നെ നോക്കണമെന്നില്ല, വേറെ ഇതിൽ നോക്കാം. 5000-ലുള്ള വേറെ വല്ല നമ്പർ ഉണ്ടോ നോക്കട്ടെ. 75-52. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 7555. അപ്പൊ 75-58 വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ഈ ഒരു നമ്പർ ഒരെണ്ണം കൂടിയിട്ടാണ് പിന്നെ വരുന്നത്. 75-58 നോക്കാം. അതുപോലെ നമ്മൾ ആവശ്യമുള്ള നേരത്തൊന്നും കാണില്ല നമ്പർ. 98-10 അങ്ങനത്തെ നമ്പറാണ്. പക്ഷെ വേറൊരു കാര്യം, ഇവിടെ ഒരു 9 ആയ കാരണം 9 കഴിഞ്ഞാൽ 10 ആണ് വരിക. അപ്പോൾ വീണ്ടും എങ്ങനെ വരുന്നുള്ളത് അറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എന്തായാലും വിശദമായിട്ട്. 9 വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത് നോക്കി നോക്കാം. അങ്ങനെ നോക്കണമെങ്കിൽ കുറെ നമ്പറുകൾ നമുക്ക് കണ്ടെത്താം, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നോക്കി നോക്കട്ടെ. അങ്ങനത്തെ ഒരു നമ്പർ ഇപ്പോ അപൂർവം ഉണ്ടാവുള്ളൂ കുറച്ച് നമ്പറുകൾ. ആ നമ്പറുകൾ കണ്ടെത്തിയാൽ മതി. നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പൊ എന്തായാലും ഇത് നോക്കി നോക്കട്ടെ. 85-43 ആണെങ്കിൽ വീണ്ടും 85-49 കാണണം. ഞാനൊന്ന് നോക്കി നോക്കട്ടെ. അപ്പൊ ഇതില് 85-49 ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമുക്കതൊക്കെ കണ്ടു കഴിഞ്ഞാല് 85-49 ഇതൊക്കെ ഇത് കണ്ടില്ലേ, 89-54 ആയിട്ടൊക്കെ അടിച്ചു കിടക്കുന്ന ഈ ഒരു നമ്പർ നമുക്ക് 85-49 85-94 കണ്ടാലെടുക്കാം. കാരണം ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കണം ഫസ്റ്റ്. അതിനുശേഷം ഈ കണ്ട ഇത്രയും നാളെ അടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാൻസ് നമ്പർ തന്നെയാണ് 85-49 അല്ലെ 85-94 കണ്ടാൽ നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് നമ്പർ കണ്ടെത്തുക. ഇത് നല്ലൊരു ഐഡിയ ആണ്, ഇപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മറക്കണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൽ 0-2-48 മുന്നേ അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഞാൻ നോക്കി നോക്കട്ടെ. 0-2-48 അതുപോലെ 34-58 അടിച്ചിട്ടുണ്ടോ. 34-58 അടിച്ച് പോയിണ്ടാവണം അല്ലെ. 34-58 അതുപോലെ 0-2-48 ഇതൊക്കെ മുന്നേ അടിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കുമ്പോഴാണ് പിന്നീട് ഈ ഒരു നമ്പർ കൂടുതലായിട്ട് ഇവിടെ മുന്നിലേക്ക് വരുന്നത്. അത് ഇവിടെ കറക്റ്റ് 8 തന്നെ വരണം എന്നല്ല കേട്ടോ. 7-ലായാലും 6-ലായാലും എത്രയിലായാലും നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന ഒരു നമ്പർ നോട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ഒരു നമ്പർ കൂട്ടി അതേ ബ്ലോക്കിൽ തന്നെ ലാസ്റ്റിലേക്ക് എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ആ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. നോട്ട് ചെയ്തിട്ട് കണ്ടാലും നമുക്ക് എടുക്കാം. അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.